കണ്ണൂർ ഇരിക്കൂറിലെ ആദിവാസി യുവതി രജനിയുടെ മരണം കൊലപാതകം എന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവം മരണകാരണം എന്നാണ് കണ്ടെത്തൽ. ഭർത്താവ് ബാബുവിനെ ഇരിക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെയാണ് ഇരിക്കൂർ ഊരത്തൂരിലെ കശുവണ്ടിത്തോട്ടത്തിൽ പ്രത്യേകം നിർമ്മിച്ച ഒരു ഷെഡിൽ ഈ ആദിവാസി യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രജനി എന്നാണ് ആ യുവതിയുടെ പേര്. ഈ മരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തിയ ഘട്ടത്തിൽ തന്നെ ആ ഇരിക്കൂർ പോലീസ് ചില അസ്വാഭാവികതയുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നത് ഇൻക്വസ്റ്റിലൂടെ വ്യക്തമായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം വന്നാൽ മാത്രമേ അതിൽ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നതാണ് പോലീസ് പറഞ്ഞത്. അതിനിടെ ഇവരുടെ അയൽവാസികളായിട്ടുള്ളവർ ഈ ഭർത്താവ് ബാബുവും അതോടൊപ്പം തന്നെ രജനിയും തമ്മിൽ ചില വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു, അതിന്റെ ശബ്ദം കേട്ടിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് ബാബുവിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഭർത്താവായിട്ടുള്ള ബാബുവിന്റെ മർദ്ദനത്തെ തുടർന്നാണ് രജനിയുടെ മരണം സംഭവിച്ചത് എന്ന് കൂടി സ്ഥിരീകരിക്കുകയാണ്. തുടർന്നാണ് ഇപ്പോൾ ബാബുവിന്റെ അറസ്റ്റ് ഇരിക്കൂർ പോലീസ് എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബ പ്രശ്നമാണ് ഈ ഇത്തരം മർദ്ദനവും പിന്നീട് ഈ മരണത്തിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.